നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ഇടപെടാമെന്ന് സർക്കാർ. രണ്ടാഴ്ചയായി തുടരുന്ന തിരുവനന്തപുരം ലോ അക്കാദമി സമരത്തിൽ ഇടപെട്ട സർക്കാർ വിദ്യാർത്ഥികളുമായി നാളെ വൈകിട്ട് ചർച്ച നടത്തുമെന്ന് മന്ത്രി C. രവീന്ദ്രനാഥ്. തുടർന്ന് മാനേജ്മെന്റ് പ്രതിനിധികളുമായും കൂടിക്കാഴ്ച. നടപടി വിഷയത്തിൽ സർക്കാർ ഇടപെടൽ വേണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ കൂടി ആവശ്യത്തെ തുടർന്ന് മാനേജ്മെന്റിനും പ്രിൻസിപ്പലിനുമെതിരായ ആരോപണം ഇന്റേണൽ മാർക്കിലെ പക്ഷപാതവും ജാതീയ വിവേചനവും. ലക്ഷ്മി നായർ രാജിവെക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വിദ്യാർത്ഥി സംഘടനകൾ. എന്നാൽ രാജിയില്ലെന്നും ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതെന്നും പ്രിൻസിപ്പൽ. അതിനിടെ ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ ഹാജർ കുറഞ്ഞതിന്റെ പേരിൽ വിദ്യാർത്ഥിനെ അധിക്ഷേപിക്കുന്ന ശബ്ദരേഖ പുറത്ത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ എത്തിയ രക്ഷിതാക്കളുടെ മുഖത്ത് അത് വലിച്ചെറിഞ്ഞെന്നും ആരോപണം. മറുനാട്ടിലെ മലയാളി പെരുമ. സംസ്ഥാന സർക്കാർ പട്ടിക നൽകാൻ വൈകിയതിനെ തുടർന്ന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് ഇക്കുറി കേരളത്തിൽ നിന്ന് ആരുമില്ലാതിരിക്കെ ഒഡീഷ കേഡറിലെ വനിതാ IPS ഓഫീസർക്ക് വിശിഷ്ട സേവാ മെഡൽ. മറുനാട്ടിലെ സേവന മികവിന് ബഹുമതി നേടിയത് ഒഡീഷയിൽ DIG റാങ്കിലുള്ള ചേർത്തല സ്വദേശി S. ഷൈനി. കേരളത്തിൽ നിന്ന് രാഷ്ട്രപതിയുടെ മെഡലിന് പരിഗണിക്കപ്പെടേണ്ടവരുടെ പട്ടിക അയച്ചത് ഏറെ വൈകിയെന്ന റിപ്പോർട്ട്. 3 മാസം മുൻപ് പേരുകൾ സമർപ്പിക്കണമെന്നിരിക്കെ പിന്നീട് 2 തവണ തീയതി നീട്ടി നൽകിയിട്ടും സർക്കാർ ഉണർന്നില്ല. ഇക്കാര്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിരുന്നതായി വിവരം. പാറ്റൂരിലെ പാളിച്ച. പാറ്റൂർ ഭൂമി ഇടപാട് കേസിൽ വിജിലൻസിന് കോടതിയുടെ രൂക്ഷ വിമർശനം. സ്വകാര്യ ഭൂമി കയ്യേറിയതിന് തെളിവുണ്ടായിട്ടും എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തില്ല? പരാമർശം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് VS അച്യുതാനന്ദൻ സമർപ്പിച്ച ഹർജിയിൽ കേസുമായി ബന്ധപ്പെട്ട് തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കാൻ VSന്റെ അഭിഭാഷകന് കോടതി നിർദ്ദേശം. അന്വേഷണ രേഖകൾ ലോകായുക്തയുടെ കയ്യിലെന്നും റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടുതൽ സാവകാശം വേണമെന്നും വിജിലൻസ്. ആവശ്യത്തെ തുടർന്ന് കേസ് പരിഗണിക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി കോടതി. നടപടിയിലെ നീതികേട്. ജല്ലിക്കെട്ട് പ്രക്ഷോഭകർക്കെതിരെയുള്ള പോലീസ് നടപടിയെ വിമർശിച്ച് കമൽഹാസൻ. ചെന്നൈയിലുണ്ടായ പോലീസ് അക്രമങ്ങളിൽ തൃപ്തികരമായ വിശദീകരണം നൽകണം. ജല്ലിക്കെട്ട് നടത്താൻ സ്ഥിരം നിയമനിർമ്മാണം വേണമെന്ന ആവശ്യത്തിന് 20 വർഷത്തെ പഴക്കമുണ്ടെന്നും ഉലകനായകൻ. ജല്ലിക്കെട്ട് വിഷയത്തിൽ നടക്കുന്നത് ഇരട്ടത്താപ്പ്. ഉത്സവങ്ങൾക്ക് ആനയെ എഴുന്നള്ളിപ്പിക്കാമെങ്കിൽ ജല്ലിക്കെട്ടിന് മാത്രം എന്തിന് നിരോധനം? നീതിപീഠങ്ങൾക്ക് തെറ്റുപറ്റില്ലെന്ന് പറയാനാകില്ല. എത്രയോ തവണ വിവിധ നിയമങ്ങൾ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്നും കമൽഹാസൻ. അതേസമയം ജല്ലിക്കെട്ട് പ്രക്ഷോഭത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഓട്ടോറിക്ഷയ്ക്ക് തീ കൊളുത്തുന്ന ദൃശ്യം വിവാദത്തിൽ. സമാധാനപരമായി നടന്ന പ്രക്ഷോഭം സംഘർഷത്തിൽ കലാശിച്ചത് ഈ സംഭവത്തെ തുടർന്നെന്ന് ആരോപണം. ദൃശ്യത്തിന്റെ വിശ്വാസ്യത സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുന്നു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2770 രൂപ, പവൻ 22,160 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.